ഇങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ അങ്ങനെ കുറെ നേരം നമ്മൾ ടെൻഷൻ അടിച്ചു പോയി. അത് കൊച്ചിന്റെ കരച്ചിലും കണ്ടപ്പോ ചായന്റെ ഞങ്ങളുടെ ഒക്കെ റിലേ പോയി. വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് അറിയില്ല ഗൈസ്. അത് തന്നെയായിരുന്നു. ഐ എം വെരി ലക്കി. വേറെ ലെവൽ ഗൈസ്. രക്ഷയില്ല. ജോ അങ്ങനെ പണിയെടുക്കാൻ തുടങ്ങി ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ടു ന്യൂ വ്ലോഗ്. ദിസ് ഈസ് മീ ജോമിയൻ നിർമ്മൽ. അപ്പൊ നമ്മൾ ഇന്ന് കുറേ വിശേഷങ്ങളുണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് തന്നെ നമ്മളിപ്പോ പോകുന്നത് നമ്മുടെ കാർ സർവീസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിലേക്ക് നോക്കിയാൽ അതിന്റെ കാര്യങ്ങൾ ഓപ്പൺ ആണ്. റീസൺ പറയാൻ അതിനു മുമ്പ് സൈക്കിളിന്റെ അംഗൻവാടി എത്തി ഗൈസ്. ഞങ്ങളൊന്ന് ജസ്റ്റ് നോക്കട്ടെ. കാണില്ല, ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോവാണ്. സൈക്കിളിന് എന്ത് ചെയ്യുന്നത് നോക്കുവാണ്. കണ്ടില്ല ഗൈസ്, ആള് ഉള്ളിലാന്ന് തോന്നുന്നത്. ഞങ്ങളെപ്പോഴും പുറത്തോട്ട് ജസ്റ്റ് ഒക്കെ ഇറങ്ങാൻ നേരത്ത് ഈ ഒരു ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തൊക്കെ ആൾ എന്ത് ചെയ്യണേന്നൊക്കെ. പക്ഷെ ഇപ്പൊ ആള് തെറ്റായി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അതൊക്കെ വരും. സൈക്കോട്ടിന് ഇന്നുണ്ടാക്കിയ പ്രശ്നമാണ് ഇന്നത്തെ ഈ യാത്രയുടെ ബിഹൈൻഡ് എന്ന് പറയുന്നത്. സിസ്റ്ററിന്റെ സർജറി ആയിരുന്നു. അപ്പൊ അന്ന് സർജറി വലിയ സർജറി കേട്ടാ, അല്ല വലിയ സർജറി ആയിരുന്നില്ല, പല്ലിന്റെ അതായത് വിസ്റ്റം ടൂത്ത് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ട് 4 വിസ്റ്റം ടൂത്ത് സർജറി ചെയ്തിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമ്മള് വെളങ്ങണ്ണി പോയിട്ട് വന്നിട്ട് 2 days കഴിഞ്ഞിട്ടാണ് അവളെ കാണാൻ വേണ്ടി പോയത് വീട്ടിലേക്ക്. ഒരു ഈവനിങ് ടൈം ആയപ്പോഴാണ് നമ്മൾ പോണത് കേട്ടോ ഗൈസ്. അങ്ങനെ പോയി പനമ്പള്ളി നഗർ എത്തിയപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ ഫ്രൂട്ട്സ് കടയിലോട്ട് ഇറങ്ങി. ചേനാണ് ഇറങ്ങിയത് കാറിൽ നിന്ന് ആദ്യം. സേരമോൾ അപ്പോൾ വണ്ടി കിടന്ന് കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് പുറകിലാണ് ഞാൻ എഴുന്നേച്ച്, സൈക്കോട്ടും ഫ്രണ്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറകിൽ നിന്ന് ഇറങ്ങി ഡോറ് ക്ലോസ് ചെയ്ത് ഇങ്ങോട്ട് സൈക്കോട്ടിൽ ഇരിക്കണ വിൻഡോന്റെ ജസ്റ്റ് പുറത്ത് വന്നപ്പോൾ തന്നെ സൈക്കോട്ടൻ ലോക്ക് ചെയ്ത് കളഞ്ഞു. അങ്ങനെ സൈക്കോട്ടൻ അത് ലോക്ക് ചെയ്ത് കളഞ്ഞു. ലോക്ക് ചെയ്ത് കളഞ്ഞപ്പോൾ തന്നെ അവൻ ആക്ച്വലി ലോക്ക് ചെയ്തതിന് അവൻ എല്ലാ ഓപ്പറേഷൻസും അറിയാം. അതായത് ഇവൻ കാർ ഓൺ ആക്കാൻ അറിയാം, ഓഫ് ചെയ്യാൻ അറിയാം, ഇവൻ FM വെക്കാൻ അറിയാം, ഇത് വിൻഡോ ഓപ്പൺ ക്ലോസ് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും എല്ലാം അവന് അറിയാം. അവൻ ആ ഒരു കോൺഫിഡൻസ് അവൻ കളിച്ചോണ്ടിരുന്നത് വെച്ചേട്ടാ. ഞാൻ പുറത്തുനിന്ന് കണ്ടതാലും എനിക്ക് ടെൻഷൻ. സാധാരണ ഞാൻ 2 പേരെ ഉള്ളിൽ വെച്ചിട്ടാണ്, ഒരാളെ ഉള്ളിലാണ് ഞാൻ ഇറങ്ങാത്തതാണ്, ഒരു രീതിയിലും ഇറങ്ങാത്തതാണ് ഞാൻ. പക്ഷെ ഇന്നലെ പിന്നെ വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് അറിയില്ല ഗൈസ്. അത് തന്നെയായിരുന്നു. സൈക്കോട്ടൻ അവൻ അറിയാഞ്ഞിട്ട് പോലും അവനത് അൺലോക്ക് ചെയ്യണ്ടില്ല. ഞാൻ കുറെ വട്ടം പറഞ്ഞു അൺലോക്ക് ചെയ്യില്ല. ഇച്ചായൻ ലാസ്റ്റ് വന്നിട്ട് ഇച്ചായൻ പറയാൻ തുടങ്ങി അവൻ അൺലോക്ക് അതായത് ഞാൻ അൺലോക്ക് ചെയ്യാൻ പറഞ്ഞ് കളിക്കണേ ഞാൻ പുറത്തുനിന്ന്. അവൻ ലാസ്റ്റ് ഈ വിൻഡോ ഓപ്പൺ ഡോറ് ക്ലോസ്, അത് വിൻഡോ ഡോറ് ക്ലോസ് ചെയ്യണമെങ്കിൽ അവിടെ മാത്രം നെക്കി പിടിച്ചിട്ട് പിന്നെ അവൻ എന്നെ തന്നെ നോക്കിക്കാൻ തുടങ്ങി. ആളുകൾ കൂടിയപ്പോൾ അവരെ നോക്കിയിട്ട് അവൻ അവിടെ പിടിച്ചത്. കാരണം നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ അത് നിൽക്കുന്ന പറയുമ്പോൾ അവൻ അവിടെ നിന്ന് കൈ എടുക്കുന്നില്ല. അപ്പോൾ ആള് പാനിക്കായിട്ട് ലാസ്റ്റ് ഭയങ്കര കരച്ചിലായി. ഞങ്ങൾക്കാണെങ്കിൽ വണ്ടിയിലോ അവന് ഞങ്ങളെ പുറത്ത് വന്നിട്ട് എല്ലാവരും വന്നപ്പോൾ ആള് പാനിക്ക് ഭയങ്കര സിനിമ. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. ലാസ്റ്റ് എന്ത് ചെയ്യണമെന്ന് പറയാൻ വിളിച്ചാൽ ആദ്യം ഈ വിൻഡോ ഈ കാണുന്ന വിൻഡോ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ആണോ. ഇങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ ബാക്കിലെ ഗ്ലാസ് ആണ് പൊട്ടിക്കേണ്ടത്. അതൊക്കെ അറിയായിരുന്നു. പക്ഷെ എന്നാ പോലെ ആ സമയത്ത് കൊച്ചിന്റെ കരച്ചിലും കണ്ടപ്പോ ഇച്ചായന്റെ ഞങ്ങളുടെ ഒക്കെ റിലേ പോയി. ഇച്ചായൻ കല്ലെടുത്ത് അത് അടിച്ചു പൊളിക്കാൻ നോക്കി. അതിന്റെ സ്ക്രാച്ച് ഒക്കെ കാണാൻ പറ്റും പുറത്ത്. പക്ഷെ അത് പൊളിഞ്ഞില്ല. ലാസ്റ്റ് ആൾക്കാരെല്ലാവരും കൂടി കഴിഞ്ഞപ്പോ ബാക്കിൽ പിടിച്ച് അടിച്ച് പൊളിച്ച് ഒരു ചേട്ടനകത്ത് കയറിയിട്ടാണ് ഈ ബാക്കിൽ ഡോർ ഓപ്പൺ ചെയ്ത് സൈക്കിളിനെ പുറത്തിറക്കി. അങ്ങനെ ഒരു 20 minutes പനമ്പള്ളി നഗറിൽ അങ്ങനെ കുറേ നേരം നമ്മൾ ടെൻഷൻ അടിച്ചു പോയി. ആള് പുറത്തിറങ്ങിയിട്ട് നല്ല കരച്ചിലായിരുന്നു. പിന്നെ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ടാണ് പോയത്. അവരായിട്ട് കുറച്ച് ഓക്കെ ആയതുകൊണ്ട് കുറച്ച് കളിച്ച ആൾ ഓക്കെ ആയി. ഇന്നങ്ങനെ അംഗൻവാടി പോയിട്ട് കാറ് നമ്മൾ കൊണ്ട് ഷോറൂമിൽ കൊണ്ട് കൊടുക്കുവാണ്. അങ്ങനെ ഒരു വണ്ടി നമുക്ക് കിട്ടിയുള്ളൂ ഗൈസ്. സർവീസ് എല്ലാവരും ആക്സിഡന്റ് ആയിട്ട് പുതിയ വണ്ടി വാങ്ങിച്ചായിരുന്നു. ആക്സിഡന്റ് ആയിട്ട് നമുക്കത് 2 days ബിഫോറല്ലേ കിട്ടിയത്. 2 days ബിഫോർ കിട്ടുള്ളൂ. ഇപ്പം അടുത്ത വണ്ടി നമ്മൾ കയറ്റാൻ പോവാണ്. സോ എല്ലാവരും പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി. എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അതിനാ ഞങ്ങൾക്ക് പിന്നെ ടെൻഷൻ വെച്ചാൽ വണ്ടിയല്ലായിരുന്നു. കൊച്ചു ഭയങ്കര പാനിക്കായപ്പോൾ ഭയങ്കര ടെൻഷനായി പോയി. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ടാണ് പോവുകയാണെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് ആരും പുറത്തേക്ക് പോരുത്. എനിക്ക് ഭയങ്കര ടെൻഷൻ അയച്ചു. എന്നെ കുറേ വഴക്കും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വഴക്കായി കുറച്ച് നേരം. പക്ഷെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. സിറ്റുവേഷൻസ് എന്തായാലും വന്നു പോയി. പിന്നെ അതിനുള്ള സൊല്യൂഷൻസ് പിന്നെ അങ്ങനെ വരാതിരിക്കാനേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ആരും വഴക്കുണ്ടാക്കാതിരിക്കുക കേസ്. കൊച്ചുള്ളപ്പോഴാണ് ഇതിനകത്ത് വഴക്കുണ്ടാക്കിയ. പിന്നെ ആ സമയത്ത് എന്റെ മാനസികാവസ്ഥ വിളിച്ചാൽ നോക്കിയില്ല ടീച്ചർ. ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. സേരമോള് കരഞ്ഞോണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. അത് പോട്ടെ. അപ്പൊ ഞാൻ
പോവാനെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുള്ള പാരന്റ്സ് ആണെങ്കിൽ വണ്ടിയിലൊക്കെ കാറിലൊക്കെ പോവാണെങ്കിൽ ഒരിക്കലും കുഞ്ഞിനെ ഉള്ളിൽ വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങരുത്. ഇവൻ ഇറങ്ങുവാണെങ്കിൽ തന്നെ ഏതെങ്കിലും വിൻഡോ ഓപ്പൺ ചെയ്തിടുക, അല്ലെങ്കിൽ ഡോറെങ്കിലും അറ്റ്ലീസ്റ്റ് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡിക്കി എങ്കിലും ഓപ്പൺ ചെയ്തിടുക. ഇത്രയും ചെയ്തിട്ട് വേണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത്ര എമർജൻസി ആണെങ്കിൽ മാത്രം പുറത്തോട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ ഇറങ്ങാനേ പാടില്ല. എന്റെ ലൈഫിൽ ഞാൻ ഇറങ്ങില്ല. അല്ലെങ്കിൽ ഇവിടെ ചെയ്ത് പണിതുകൊണ്ടിരിക്കുന്നവനാണ്. ഇന്നലെ അപ്പ ചോദിച്ച വണ്ടിയെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ലോക്ക് ചെയ്യുക, അൺലോക്ക് ചെയ്യുന്ന അൺലോക്ക് ചെയ്യുന്നു പറഞ്ഞപ്പോൾ നോ എന്ന് പറഞ്ഞു. കാരണം അവന് പേടിയായിട്ടുണ്ടായിരുന്നല്ലോ. ഇത്ര ദിവസം അമ്മച്ചി ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മച്ചി വീട്ടിലേക്ക് വന്നു. അപ്പം അമ്മച്ചിയും സേനമോൾ ഇപ്പോൾ വീട്ടിൽ നിൽക്കുവാണ്. ദെൻ ഞങ്ങളിപ്പോൾ നേരെ പോകേണ്ടത് ഇപ്പോൾ ഷോറൂമിൽ കലൂരിലാണ് ഷോറൂം. അപ്പോൾ കലൂരിൽ ഇപ്പോൾ വണ്ടി കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇന്നത്തെ ട്രാവൽ മൊത്തം കാറിലോ ബൈക്കിലോ ഒന്നുമല്ല, മെട്രോയിൽ പോയിട്ട് നമ്മൾ മെട്രോയിൽ തന്നെയാണ് ലുലുവിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ട്രാവൽ അപ്പോൾ ഇന്നൊരു എന്താ പറയുക പബ്ലിക് സർവീസസ് യൂസ് ചെയ്ത് നമ്മൾ ട്രാവൽ. അപ്പോൾ സോ അതായിരിക്കും ഇന്നത്തെ വീഡിയോൻ്റെ ഒരു എന്താ പറയുക ഒരു അട്രാക്ഷൻ ചെയ്യാം. അപ്പോൾ സോ നമുക്കിനെ വഴിയെ കാണാം. അപ്പോൾ നമ്മൾ കലൂരെത്തിയപ്പോഴത്തേക്കും നമ്മുടെ സെൻറ് ആനീസ് നല്ല അടുത്ത് കയറി. എല്ലാ ആഴ്ച നമ്മൾ വരുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് വന്നിട്ടില്ല. ഇതാണിപ്പോൾ കാലാവസ്ഥ. ഇന്നലെ പൊട്ടിച്ച് ചില്ലൊക്കെ ഉള്ളിൽ തന്നെ കിടക്കണേ ഗൈസ്. ഇന്നലെ രാത്രി സംഭവിച്ചാണ്. എത്തി ഗൈസ്. ആദ്യമായിട്ടേക്ക് നിങ്ങൾ കാണുന്നത് വേറൊന്നുമല്ല, പബ്ലിക് സർവീസിൽ കയറാറില്ല. ജോന് ഇഷ്ടമല്ല ഗൈസ്. പൊതുവെ ജോന് ഇഷ്ടമല്ല ഗൈസ്. ബസ്സിൽ ജോന് കയറാൻ അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തത്. ഇപ്പൊ ജോ മറന്നു എന്നാ പറയണത്. അപ്പൊ അങ്ങ് ഇപ്പൊ നേരെ ബസ്സിനാണ് വാടി പോണത് ലുലുവിലേക്ക് അല്ലേ? ലുലു പോണം, മെട്രോന് പോണാണ് ഗൈസ്. ഇവിടെ നമ്മള് കയറി ലുലുവിൽ ഇറങ്ങി അവന്ന് കുറച്ച് രണ്ടും സാധനങ്ങള് ലാഭത്തിന് മേടിച്ച്. പണ്ട് എന്റെ ഇപ്പൊ സൊമാറ്റില് പുറയിരുന്ന തന്നെ നട്ടപ്പറ വെയിലത്ത്. ഇപ്പൊ ആൾക്ക് വെയിൽ പറ്റില്ല. ഇപ്പൊ നിനക്ക് 10 ഇപ്പൊ മുതുക്കിയല്ല. ഇപ്പൊ മുതുക്കിയല്ല. കുറേ നാളായി നമ്മള് പ്രേമിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ എടപ്പള്ളി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓഫീസിൽ ഡയറക്റ്റ് മെട്രോയിൽ കയറി എടപ്പള്ളി ലുലു വന്ന് ഇറങ്ങി അല്ലേ, അവിടെ നിന്ന് ചേനെ കാണാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർമ്മകളാണിന്ന്. പിള്ളേരില്ലാണ്ട് ഇങ്ങനെ പബ്ലിക് സർവീസ് യൂസ് ചെയ്യണത് പിള്ളേരെ കൊണ്ട് നമുക്ക് ഇങ്ങനെ വരാനേ പറ്റില്ല കേസ്. അതുങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. ചേനപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുക കേസ്. ഞാൻ കുറച്ച് നാളായി ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12:30 ടൈമായി. ചേനയുടെ വായം പൊളിച്ചിരിക്കണല്ല. ടിക്കറ്റ് എടുത്തോ? നീ എന്താ പറഞ്ഞത്? ടിക്കറ്റിന് നീ പോണ സമയത്ത് 80 രൂപ. സാധനം നമ്മളിങ്ങനെ ടാപ്പ് ചെയ്തു, നമുക്ക് തുറന്നു തന്നു. നമ്മൾ പോവുകയാണ്. വേഗം വാ, അനങ്ങി നടക്ക്. നിൽക്കേണ്ടി വരും. അവിടെ തിരക്കുണ്ടോ? ഞാൻ പറഞ്ഞു പറയിപ്പിച്ചേക്കെ. പിള്ളേരെന്ന് വെച്ചിടാനല്ലേ. ജോയോ പുറത്തിറങ്ങിയ ജോയിനപ്പം തന്നെ എന്തെങ്കിലും തിന്നാലോ എന്നുകൊണ്ടിരിക്കുന്ന ഒരു ജോയ. ഫൈലില്ല. ജോയിന് മേടിച്ച ഐസ് ഞാൻ തിന്നിരുന്നു കേസ്. അങ്ങനെ നമ്മൾ ഒരു ഷോർട്ടൊക്കെ ഇപ്പം വീഡിയോ എടുത്തതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്താൽ സബ്സ്ക്രൈബേഴ്സ് കണ്ടു. ഭയങ്കര സന്തോഷമാണ് സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ. അതിൽ അപ്പോഴും മോട്ടിവേഷൻ ഇനി വീഡിയോ ചെയ്യണമെന്നില്ല. അപ്രോച്ച് ചെയ്യേണ്ട രീതിയാണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്നാൽ ഇപ്പോൾ നമ്മൾ മാളിലേക്ക് പോവാണ്. ഒടുക്കത്തെ പേടിയായ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന്
നമ്മൾ മാളിലേക്ക് പോകണം. ഇനി വേ ലൈക്ക് ഒരു മെട്രോ പോലെ അവർ സെറ്റ് വെച്ചിട്ടുണ്ട്. ഒരു ബിസിനസ് 3 പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളൂ. അത് മേടിച്ചിട്ട് നേരെ വേഗം ഫാസ്റ്റായിട്ട് നമ്മൾ കൊച്ചിലേക്ക് പോകണം. വേറെ ഒന്നുമല്ല, സൈക്കിളിന് 3 o'clock ഷാപ്പ് നമുക്ക് അവിടെ ചെന്ന് വിളിക്കണം. കിച്ചനെ അതുകൊണ്ട് ബാഗ് ടാഗാൻ വേണ്ടി ഓടുക. അപ്പോൾ ഞാൻ വേഗം ഉള്ളോട്ട് കയറുക. ഗൈസ് നമ്മളിപ്പോൾ പർച്ചേസിങ് കഴിഞ്ഞു. നമ്മൾ സോപ്പ് പൊടിയും മേടിച്ചു, പിന്നെ സെവൻ മേടിച്ചത്, നെയ്യ് മേടിച്ചു, പിന്നെ ഒരു ചായപ്പൊടി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് സോപ്പ് അതും വാങ്ങിച്ചിട്ട് നേരെ വന്നത് ലുലു സീ ഫുഡ് ടെസ്റ്റിലേക്കാണ്. നമ്മൾ മീൻ മേടിക്കാൻ വന്നപ്പോഴാണ് ഈ സീ ഫുഡ് ടെസ്റ്റ് കാണുന്നത്. സോ നൈസല്ലേ. അംഗൻവാടിയായിരുന്നു വരാൻ നേരത്തെ കഴിക്കാൻ വേണ്ടി. ഇത് ഡോണറ്റും, ഒരു ഡോണറ്റില്ല 4 ഡോണറ്റും, പിന്നെ ഇല്ല പിന്നെ കേട്ടാ അത് പിന്നെ മുട്ട ബിസ്ക്കറ്റോ അപ്പോൾ അത് മേടിച്ചിട്ട് വേറെ ഒന്നും ഡിപ്പ് പർച്ചേസില്ല. ഞാൻ ഈ വശത്തേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ മീൻ മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ, മീൻ കട്ട് ചെയ്തിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ എഗ് ബുക്സ് സൂപ്പറാണ് ഗൈസ്. അപ്പോൾ ഇച്ചാനെ അറിഞ്ഞിട്ടില്ല, ഇച്ചാൻ അറിയാണ്ട് ഞാൻ ഈ സാധനം മേടിക്കുകയാണ്. ഇച്ചാൻ നമുക്ക് സർപ്രൈസ് കൊടുക്കാം. ഗൈസ് നമ്മൾ എക്സ്പ്രസ് വെയിറ്റ് ചെയ്യുന്നത്. ഇച്ചാൻ എക്സ്പ്രസ് കൗണ്ടർ ഉള്ളതുകൊണ്ടാണ് തിരക്കിൽ കുറേ രക്ഷിക്കുന്നത്. എക്സ്പ്രസ് കൗണ്ടറിൽ ബിൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ചാടി പുറത്തിറങ്ങി കുറേ സാധനമൊന്നും വാങ്ങിച്ചില്ല ഗൈസ്, വളരെ കുറച്ച് സാധനം വാങ്ങിച്ചുള്ളൂ. കാരണം നമ്മുടെ വണ്ടിയിലല്ലോ മെട്രോയിലേക്ക് കയറി പോകണ കാരണം സാധനങ്ങൾ ഹാങ് ചെയ്ത് പോകണമല്ലോ വീട് വരും. സോ വളരെ അത്യാവശ്യം കുറച്ച് സാധനം മേടിച്ചു. ലുലുവിൽ ഇപ്പോൾ സമുദ്രസദ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 499 റുപ്പീസിന് ലുലുവിൻ്റെ ഡൈനിങ് ഹാളിൽ ഫുഡ് കോർട്ടിൽ നമുക്ക് 12 to 3 PM ആകാം. ഇത്രയും ഫുഡോട് കൂടിയിട്ടുള്ള സമുദ്രസദ്യ കഴിക്കാം. ലുലു സമുദ്രസദ്യ. ഈ ചേനണ പിടിക്കണെല്ലാം പ്രതിയായ ഭർത്താവ് എന്നെ കൊണ്ടൊന്നും ചുമപ്പിക്കാണ്ട് ഒറ്റയ്ക്ക് എല്ലാം ചുമന്നോണ്ട് പോകണ്ട് ഗൈസ്. ഞാൻ ഓർഡറാണ്. സൈക്കൂട്ടന് നമ്മൾ 3 o'clock ഷാർപ്പ് എത്തിയെങ്കിൽ സൈക്കൂട്ടന് അലമ്പാവാൻ തുടങ്ങും. സോ നമ്മൾ ഫാസ്റ്റായിട്ട് ഇനി മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. 2nd ഫ്ലോറിലേക്കാണ് മെട്രോ സ്റ്റേഷൻ്റെ എൻട്രി ഉള്ളത്. സോ നമുക്ക് ലിഫ്റ്റിൽ കയറി പോകണോ? ലിഫ്റ്റിൽ പോകണോ? വെയിറ്റ് ചെയ്യണ്ടല്ലോ, എസ്കലേറ്ററിൽ പോവാം അല്ലേ? സോ നമ്മൾ എസ്കലേറ്ററിൽ പോവാണ് മെട്രോ സ്റ്റേഷനിലേക്ക്. ഗൈസ് അപ്പം ഞാനിത് മാത്രം പിടിച്ച് ജോ അങ്ങനെ പണിയെടുക്കാൻ തുടങ്ങി ഗൈസ്. കുറേ നാളായി. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. റിട്ടേൺ ബാക്ക് ടു നമ്മുടെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകണമ്പോൾ സൈക്കിളിനെ പിക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചേന്തേ ടിക്കറ്റ് എടുക്കണം. നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ പോയിട്ട് സോ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയണത് വാട്സപ്പിൽ കൂടി നമുക്ക് മെട്രോ ടിക്കറ്റ്സ് ഇപ്പോൾ എടുക്കാം. വാട്സപ്പ് ഡിജിറ്റൽ ടിക്കറ്റ് എന്ന് പറഞ്ഞ സോ ഇതൊക്കെ നമ്മളിങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള പുതിയ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആവുന്നത്. സോ എല്ലാവർക്കും ഇതൊക്കെ ഉപകാരപ്പെട്ടിട്ട് ഒന്നും നടക്കാൻ പറ്റുള്ള കേസ്. അപ്പോൾ സോ ഇച്ചാൻ എന്നെ എല്ലാം പിടിച്ചു. ഇപ്പം നമ്മൾ നേരെ പ്ലാറ്റ്ഫോം 2ലേക്ക് പോവാണ്. എനിക്ക് തോന്നുന്നു ട്രെയിൻ വന്നിട്ടുണ്ട്. ഫാസ്റ്റായിട്ട് പോയിച്ചാ ട്രെയിൻ വന്നെന്ന് തോന്നുന്നു. ഫാസ്റ്റായി കിട്ടുമെന്ന് തോന്നുന്നു. അത് സാധനങ്ങളൊക്കെ സ്റ്റേഷന് കൊടുത്തിട്ട് പോണേണ്. സമയത്ത് എത്തോന്നൊരു പിടിയില്ല. ടെൻഷനാവണ്ട. ടെൻഷനൊന്നുമില്ല. ജോന് മതിയായിട്ടുണ്ട്. ജോന് പബ്ലിക് വെഹിക്കിൾസ് ഇഷ്ടമല്ലേ ജോ? ഇഷ്ടമാണ്. ഫേസിനകത്ത് കാണുന്നില്ലല്ലോ. പക്ഷെ അത് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ കവർന്ന് പിടിച്ചോണ്ടാ ഇഷ്ടമല്ല. മേടിക്കണ്ടായത് ഇത്ര സാധനം. ഗൈസ് അപ്പോൾ നമ്മൾ നേരെ ബസ്സിൽ കയറാൻ പോണാണ്. ജോ എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ടുണ്ട് ബസ്സിൽ കയറിയിട്ട്. ഞാൻ ഇടയ്ക്ക് കയറാറുണ്ട് ഗൈസ്. ജോ വന്നില്ലേ? വാ. ജോന് നല്ല 8ന്റെ പണിയാണ് ഗൈസ് കൊടുത്തത്. മതിയും കൊതിയും കേട്ടിട്ടുണ്ട് ജോന്. ജോന്റെ പേടി മാറി പേടി ഉണ്ടായിരുന്ന ജോ ബസ്സിൽ കയറി ഗൈസ്. 2 വർഷത്തിന് ശേഷം ജോ ബസ്സിൽ കയറി. 2 വർഷമായതാ? ഇല്ല, 2 കൂടുതലായി. 2 കൂടുതലായി ആണോ? 3 years എന്തായാലും 3 വർഷമായിട്ടല്ലേ? എന്റെ പ്രാർത്ഥന എന്തായെന്ന് അറിയോ? എനിക്ക് സീറ്റ് കിട്ടരുതെന്നായിരുന്നു. എനിക്ക് ആദ്യം കിട്ടിയ അപ്പം തന്നെ കിട്ടി ഗൈസ്. നീ ഇരിക്കണ സഹിക്കാനുണ്ടായില്ല. നല്ല സൂപ്പറായിരുന്നു ഗൈസ്. ഞാൻ വെറുതെ ആക്ട് ചെയ്തതാണ്. പബ്ലിക് സർവീസിലൂടെയൊക്കെ ഇപ്പം പ്രൈവറ്റിലായിട്ട് എല്ലാവർക്കും ഇപ്പം വീട്ടിലെ വണ്ടിയില്ലാത്ത ആരുമില്ല. സോ ഇങ്ങനെ ബസ്സിലും മെട്രോ ഒക്കെ ഉള്ള ആൾക്കാർ മെട്രോയിലും ട്രെയിനിലും അങ്ങനെയല്ല മെട്രോയിലൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അതിലൊക്കെ അങ്ങനെ കയറി ഇറങ്ങി ഒരു ഫീൽ തന്നെയാണ് ഗൈസ്. പിന്നെ ഈ പാട്ടൊക്കെ കേൾക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് പാട്ട് കേട്ടൂടെ അങ്ങനെ താളം വിട്ടിട്ട് ഇങ്ങനെ
ഗൈസ് നമ്മള് 5 മിനിറ്റ് നേരത്തെയാണ് ഗൈസ്. നമ്മള് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കാറിലും ബൈക്കിലൊന്നും കയറാനുള്ള പബ്ലിക് സർവീസിലുള്ള നമ്മുടെ യാത്ര വളരെ ഗംഭീരമായിരുന്നു. സൈക്കോട്ടിനെ വിളിക്കാൻ വേണ്ടി അംഗൻവാടിയിൽ എത്തി. സൈക്കോട്ടിന്റെ അവസ്ഥ കൂടെ കണ്ട ശുഭം. ഇപ്പൊ കറിയിട്ടാ ലോങ് ബ്രേക്ക് അല്ലെങ്കിൽ അതിനുശേഷമാണ് സൈക്കോട്ടൻ അങ്കവാടി പോയത്. നമ്മുടെ വെള്ളങ്കണ്ണിയൊക്കെ പോയി വന്നിട്ട് ഇന്നാണ് സൈക്കോട്ടൻ പോണത്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടാണല്ലോ സൈക്കോട്ടൻ ഇങ്ങനെ പോകണം. അപ്പോൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ ഒരു കരച്ചിൽ പതിവാണ്. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്. സൈക്കോട്ടൻ കരഞ്ഞില്ല അല്ലേ? ഗുഡ് ബോയ് ആണ്. ഓക്കെ, ഇങ്ങനെ സൈക്കോട്ടൻ ഉണ്ടാക്കിയ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ. അതിൻ്റെ ഒരു പോക്കായിരുന്നു ഇത് ഗൈസ്. അപ്പോൾ നമ്മുടെ പോക്കൊക്കെ കഴിഞ്ഞു. നമ്മളിത് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സെറമോൾ ഒപ്പിച്ച് വെച്ചേക്കണേന്ന് അറിയാൻ പാടില്ല. സൈക്കുട്ടിന് നമ്മൾ സർപ്രൈസ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നൈറ്റ് ഇപ്പോൾ 9:30 10 o'clock നിയർ ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാം കഴിഞ്ഞു, ഫുഡിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടൻ്റെ പറഞ്ഞു വെച്ചാൽ എനിക്ക് ഫ്രൂട്ട് ബേ വന്നിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചിരുന്നു വെച്ച്. ഒരു മടിയില്ലാണ്ട് ചേട്ടൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫ്രൂട്ട് ബേയിലെത്തി ഗൈസ്. ഇത് മതിയോ? ഫലൂഡ മതിയോ? മതി. എന്നെ ഞാൻ പറയാട്ടാ. പറഞ്ഞോ, ഞാൻ പറയാം. ഗൈസ് ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ ചേച്ചി എനിക്കുന്ന എന്നോട്ടോ സേറ ആക്രാന്തം മടിലി സൈഡിൽ നമ്മളെ അമ്മക്ക് തന്നാണ് ഗൈസ്. ഞാൻ എടുത്തു തരട്ടെ? ഞാൻ എടുത്തു തരാം. അങ്ങനെയല്ല കേക്ക് എടുക്കണത് ഗൈസ്. ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ വരുമ്പോഴൊക്കെ ഐസ്ക്രീം ഫലൂഡ ലൈക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാറ്. ഇവിടെ എപ്പോഴും വരുമ്പോൾ ഈ ചീസ് കേക്ക് നോക്കും. പക്ഷെ റേറ്റ് കാണാൻ നേരത്ത് ഞാൻ വേണ്ട, വെറുതെ കാശാണ് എന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഞാൻ എന്തായാലും നെക്സ്റ്റ് ടൈം ഇവിടെ കയറുമ്പോൾ ചീസ് കേക്ക് കഴിക്കുമെന്ന് ചോദിച്ചു. പക്ഷേ ഇന്ന് പൈസക്ക് കുറവൊന്നുമില്ല ഗൈസ്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലതാ. നല്ലതാ. പ്രസാദമില്ലല്ലോ ഫേസിലാന്നിട്ട്. നല്ലതാ. നല്ലതാ. എടി ഗൈസ് ഫ്രൂട്ട് ബേയിൽ ആരും ചീസ് കേക്ക് നോട്ട് ബാഡ് സാധനം. ടേസ്റ്റ് നോക്കട്ടെ. അതൊരു ബിസ്ക്കറ്റിൻ്റെ ബട്ടറിൻ്റെ രുചി. സൈഡ് ഇഷ്ടോ? ഇഷ്ടമായാ? ആണെങ്കിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഫ്രൂട്ട് ഡേ. അത് ഇച്ചാൻ ഇന്ന് ജിമ്മിൽ പോയി തിരിച്ചു വന്നപ്പോൾ പ്രതികാരം. ഏത്തപ്പഴം തിന്നുന്നു, ജിമ്മിൽ പോകുന്നു. അപ്പം എനിക്കെന്തൊന്നുമില്ലേ അപ്പോൾ എനിക്ക് കുശുമ്പ് വന്നു. ജിമ്മിൽ പോയതാണ് എൻ്റെ മെയിൻ ദേഷ്യം എനിക്ക്. അപ്പോൾ ചാനലിൻ്റെ എനിക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞു. പക്ഷേ നൈറ്റ് മസാല ദോശ ആണെന്ന് ഇവിടെ കിടന്ന് ഉറങ്ങില്ല, ഫീഡിങ് ഉള്ളതുകൊണ്ട്. അറ്റ് സെയിം ടൈം എനിക്കും അന്ന് ഉറങ്ങാൻ പറ്റില്ല, നൈറ്റ് ഗ്യാസൊക്കെ ഇഷ്യൂ. സോ ഞാൻ എനിക്ക് മസാല ദോശ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. വേണ്ടാന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടു. അതിൽ ഞാൻ എല്ലാ കാര്യം പറഞ്ഞു വെച്ചാൽ എനിക്കിന്ന് എന്നെ ഫ്രൂട്ട് ബേക്ക് കൊണ്ടുപോകുന്നു വെച്ച്. സാധാരണ എത്ര പേരുടെ ഹസ്ബൻഡ്സ് അത് എന്താ പറയുക ഓക്കെ പറയും അങ്ങനെയെന്ന് അറിയില്ല. ഈ പിള്ളേരുടെ ഉറക്കവും രാത്രി ടൈമായി ആരാണെങ്കിലും പറയും വേറെ ദിവസം പോകാൻ പറയും. ഞാൻ ഇന്നെനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പോകാം എന്നാ പറഞ്ഞത്. സോ ഐ എം വെരി ലക്കി. ഫ്രൂട്ട് ബേഡ രക്ഷയില്ല. ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിൽ പോലും സേറിപ്പോ എവിടെ വന്നാലും ഇങ്ങനെയാണ്. നീ കഴിച്ചോ? നീ കഴിക്കട്ടെ, എന്നെ തന്നാൽ നീ കഴിക്ക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനാണ് മാംഗോ ഡിലൈറ്റ് ഫലൂഡ ഓർഡർ ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് കൈയിട്ട് വരാൻ ഞാനടക്കമുണ്ട്. എൻ്റെ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ട്. പക്ഷേ ഇല്ലേ വേറെ ലെവൽ ടേസ്റ്റ്. രക്ഷയില്ല. ഇഷ്ടമായാ?
സൂപ്പർ. സേറ തകർക്കുകയാണ്. ഇങ്ങനെ അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് അടുത്ത് ചീസ് കേക്ക് വെച്ചു കൊടുത്ത്. അവള് പോലും പറഞ്ഞ് നോ എന്ന്. സൈ ഇഷ്ടമായോ? ഇഷ്ടമായോ സൈക്കുട്ടിനെ? സേറക്ക് ഇഷ്ടമായോ സേരമ്മ? അപ്പോ ഇന്നത്തെ ഡേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പബ്ലിക് വാഹനങ്ങളിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയും സൈക്കിളിൽ നിന്ന് പണി ഞങ്ങള് എന്റെ നാക്കെ കുഴഞ്ഞു. ഒറ്റ സെക്കൻഡ്. പബ്ലിക് വാഹനങ്ങളിലൂടെയുള്ള വന്നില്ല, പബ്ലിക് സർവീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ കുഴകുഴാന്ന് നമ്മൾ തണുപ്പ് വെച്ചിട്ട്. സോ നമ്മളിന്ന് ബസ്സിൽ മെട്രോയിലൊക്കെ കയറിയിട്ടാണ് ഇന്ന് വീട്ടിലെത്തിയത്. ആഫ്റ്റർ 3 years ബാക്ക് ഞങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാം ചെയ്യാൻ പോയിട്ടുണ്ടാവും. ഞാൻ ഈ പിള്ളേരൊക്കെ വന്ന ശേഷം ഇന്നാണ് ബസ്സിലും ട്രെയിനിലും അല്ലെങ്കിൽ മെട്രോയിലൊക്കെ പോകുന്നത്. സൈക്കിളിൽ വന്ന പണി നല്ലപോലെ ഇന്ന് കൊണ്ടു. സർവീസ് സെന്ററിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ബില്ലടിച്ച് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഫ്രൂട്ട് ബേയിൽ വന്നതിനായിട്ട്. സോ ഇറ്റ്സ് എ ഗുഡ് ഡേ ടുഡേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.